ഹലോ അസ്സാം വലൈക്കും. ബേപ്പൂർ ബീച്ചിൽ പോയതാണ്. അടിപൊളിയാണ്. മക്കൾ കളിക്കുന്ന കളിയെല്ലാം കണ്ട തിരയിലിങ്ങനെ കിടന്നിട്ട് എന്താ പറയുക, നമ്മൾ ബോട്ട് തോണി അങ്ങനെ നിരയായിട്ട് നിർത്തിയിടൂലേ, അതുപോലെ മൂന്നാളിങ്ങനെ ഒന്നിച്ച് കിടക്കുക, എന്നിട്ട് വെള്ളം അടിച്ച് പോവുക. അപ്പോൾ വെള്ളം അടിച്ചിങ്ങോട്ട് തിര കയറി വരുന്നതനുസരിച്ചിട്ട് തിര തിരിച്ച് പോകുമ്പോൾ പോലെ അതേപോലെ തന്നെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ശീലമുള്ള കുട്ടികളായിരിക്കും. നമുക്ക് കാണുമ്പം പേടിയാന്ന്. രക്ഷിതാക്കളെല്ലാം വളരെ ദൂരെയാണേ ഉള്ളത്. പെട്ടെന്ന് എന്തേ സംഭവിച്ചാൽ ഓടിയെത്താനൊന്നും പറ്റൂല. ഞാൻ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് പേടിയാന്ന്. ഞാൻ കരയിൽ കയറണോ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ നിൽക്കണോ എന്നുള്ള ഡൗട്ടിലിങ്ങനെ നിൽക്കുക. രണ്ടും കൽപ്പിച്ച് നിന്നതാണ്. പക്ഷേ വെള്ളത്തിലിങ്ങനെ നിങ്ങൾ കിടക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് കയറിപ്പോകാനും തോന്നുന്നില്ല. ഒരാൾ വീടുണ്ടാക്കുന്ന തിരക്കിലാണ്, ഒരാൾ വെള്ളം കൊണ്ടുപോയി മഗ്ഗിൽ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുന്നു, ഒരാൾ വീടുണ്ടാക്കുന്നു വേറെന്തോ കൂടി പറഞ്ഞു എന്നോട്. വേറെന്തോ കൂടി ഉണ്ട്, പുട്ടുണ്ടാക്കുന്നു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു പുട്ട് തരുന്നില്ല. എന്നോട് പറയുന്നത് റെഡി ആയിക്കില്ല എന്ന്. ഞാനൊരു 45 കൊല്ലം മുമ്പോട്ട് പോയി ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിന്നു. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുക. കുറേ ദൂരമുണ്ട്, 1 മണിക്കൂറിൻ്റെ ഓട്ടമുണ്ട്. എനിക്കിഷ്ടം കോഴിക്കോട് ബീച്ചിനേക്കാളും ഇഷ്ടം ബേപ്പൂർ ബീച്ചാണ്. അധികം ആളും ബഹളമൊന്നുമില്ല, നല്ലൊരു ശാന്തമായൊരു ഒരു അന്തരീക്ഷം, നല്ല സ്വസ്ഥമായിട്ട് നമുക്ക് പോയി വരാനെല്ലാം കുട്ടികളെല്ലാം കൊണ്ട് പോയി വരാനെല്ലാം നല്ലൊരു സ്ഥലമാണ്. എന്നാൽ അസ്തമയ സൂര്യനെയും കണ്ട് നടപ്പാതയിൽ കുറച്ച് വരെ പോയി, അങ്ങേയറ്റം വരെ പോകാനൊന്നും കഴിയില്ല. ഓട്ടോറിക്ഷയെല്ലാം പിടിക്കേണ്ടി വരും. ആൾക്കാരങ്ങനെ വരുന്നുണ്ട്. രാത്രിയാകുമ്പോഴാണ് എല്ലാവരും വരുന്നത്. കച്ചവടങ്ങളങ്ങനെ പൊടി പിടിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഉപ്പിലിട്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ അത് ആരും വാങ്ങി തിന്നില്ലേ. അത് ഉപ്പ് മാത്രമല്ല, അതിന് സുർക്കയും നല്ലോണം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടേസ്റ്റ്. അതുകൊണ്ട് അതൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുക. കയ്യിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോവുക. ഒന്നും വേണ്ട, കടലൊക്കെ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കുക. ഉപ്പിലിട്ടത് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന നേരം എന്താ പറയുക, 1 മാസം കഴിക്കേണ്ട ഉപ്പ് ഒരു കഷ്ണത്തിലുണ്ടാവും. അപ്പോൾ അത് 1, 2, 3 കഴിക്കുന്ന മക്കളുണ്ട്. കൈതച്ചക്ക, മാങ്ങ, ക്യാരറ്റ്, ഇങ്ങനെ കണ്ട ഒരുപാട് സാധനങ്ങൾ. ഇപ്പം എന്തെല്ലാം കിട്ടുന്നത് എല്ലാം കൊണ്ടുപോയി ഉപ്പിലിടുന്നു. കുട്ടികൾക്കൊന്നും തീരെ വാങ്ങിക്കൊടുക്കല്ലേ ആരും. ഉപ്പിലിട്ട് കഴിക്കുന്ന സമയത്ത് ഡേഞ്ചർ, പല്ലും പോവും, വയറ്റിലും ഭയങ്കര കേടാണ്. കിഡ്നിയെല്ലാം എപ്പം പോയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ആശക്കം ബോധിക്കല്ല, നമ്മളെ വീട്ടിൽ നിന്ന് നെല്ലിക്ക ഉപ്പിലിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുക എന്നല്ലാണ്ട് പുറത്ത് പോയി കഴിഞ്ഞാലൊന്നും വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുക. കുട്ടികൾക്ക് മാക്സിമം വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുക. കടലിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. പ്രായമൊന്നുമില്ല, മക്കളൊന്നും കയറുന്നേ ഇല്ല. അതുപോലെ തന്നെ വലിയ ആൾക്കാരുണ്ട്. സമയം പോകുന്ന അറിയുന്നേ ഇല്ല. അവിടുന്ന് എല്ലാവരും ഫുൾ സൂട്ടിലെല്ലാം വന്ന ആൾക്കാരാണ്, ഷൂവും ഷോക്സും എല്ലാം ഇട്ടിട്ട്. പക്ഷേങ്കിൽ ആ ഷൂവിലൊന്നും കയറിയ പോയി, ഷൂ പഴയതായാലും നമ്മൾ ചാടിയാലും പോയി അതിൽ നിന്ന് പോവില്ല. ഇടയ്ക്ക് നല്ലതാണ് കടൽ വെള്ളത്തിൽ കളിക്കുന്നത്. സ്കിൻ അലർജി ഉള്ളവർ, ഷുഗറുള്ള ആൾക്കാരെല്ലാം ഉപ്പ് വെള്ളത്തിൽ കളിക്കുന്നത് നല്ലതാണ്. സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് നമ്മളെ ബേപ്പൂരേക്ക് വരിക. ബൈ, താങ്ക് യു.